ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് നമുക്ക് ഒരുപാട് ഹൃദയത്തോടു കൂടി ഒരു ചെറിയ യാത്ര ചെയ്യാം. എവിടേക്ക് എന്നല്ലേ ചോദിക്കുന്നത്? നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാം. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്ന കാര്യങ്ങൾ എത്ര സിമ്പിളായാലും അതിൻ്റെ ഉള്ളിൽ അതീവ ആഴമുള്ളൊരു അത്ഭുതം അടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? നല്ല ഒരു ജോലി, സാമ്പത്തിക സുരക്ഷ, സന്തോഷകരമായ ബന്ധങ്ങൾ, മനസ്സു നിറഞ്ഞ സന്തോഷം, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. പക്ഷേ ഒരുപാട് തവണ നമ്മൾ അതെല്ലാം മനസ്സിൽ കരുതിയിട്ടും വിഷ്വലൈസ് ചെയ്തിട്ടും സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടും ജേണലിംഗ് ചെയ്തിട്ടും അങ്ങ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നില്ലെന്ന് തോന്നാറുണ്ടോ? ഇത് ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാനായിട്ട് ഒരുപാട് വർഷങ്ങൾ ചിലവഴിച്ചു. ഏകദേശം ഒരു 8-9 വർഷം ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു. ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് ഞാൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ വലിയ വലിയ ഗുരുക്കന്മാരുടെ വീഡിയോസ് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പരീക്ഷിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് വർഷങ്ങൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എങ്ങനെയോ ജീവിതത്തിൽ വരുന്നില്ല എന്ന് തോന്നി. ആകെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചതെല്ലാം പുറത്തേക്കായിരുന്നു. ഞാൻ കരുതിയത് എനിക്ക് വേണ്ടതെല്ലാം എങ്ങനെ പുറത്തു നിന്ന് ആകർഷിക്കാമെന്നായിരുന്നു. വിഷ്വലൈസേഷൻ എത്ര തവണ ചെയ്യണം, എന്തെല്ലാം ടെക്നിക്കുകൾ പരീക്ഷിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. നെവിൽ ഗോഡാർഡ് പറഞ്ഞത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ, നമുക്ക് എന്തൊക്കെ സാധ്യമാണെന്ന് കരുതുന്നുവോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്. നമ്മുടെ പുറം ലോകം നമ്മൾ സ്വയം എങ്ങനെ കാണുന്നു എന്നതിൻ്റെയും നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ എങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനം മാത്രമാണ്. നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കഥയും നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ എങ്ങനെ കാണുന്നു എന്നതും ഇതിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളോട് ചോദിക്കേണ്ടത് ഞാൻ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നല്ല, മറിച്ച് ഞാൻ എങ്ങനെ മാറണമെന്നാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ചെറിയ വ്യായാമത്തിലൂടെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് സുരക്ഷിതമാണെങ്കിൽ ദയവായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ പറയുന്നതിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒരാത്മാവാണ്, ഒരു സോൾ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ശരീരം എന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭൗതിക പ്രതിനിധിയാണ്. ഈ ശരീരത്തിലൂടെ നമുക്ക് ആത്മീയത അനുഭവപ്പെടുന്നു. പക്ഷേ അതിനൊപ്പം ഈ ശരീരത്തിൽ നമ്മൾ നിറച്ചിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന അതിരുകളും അതിനപ്പുറമുള്ളതൊന്നും നമുക്ക് സാധിക്കില്ല എന്ന തോന്നലുകളുമാണ്. ഇപ്പോൾ നിങ്ങളുടെ വലതുവശത്ത് നിങ്ങളുടെ ഒരു പുതിയ പതിപ്പ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇതാണ് യു 2.0. അതായത് നിങ്ങളുടെ വലതുവശത്ത് ഒരു തികച്ചും സമാനമായ, പക്ഷേ നിങ്ങളുടെ ഒരു ഇംപ്രൂവ് ആയിട്ടുള്ളൊരു വേർഷൻ ആണെന്ന് പറയാവുന്ന മറ്റൊരു ശരീരമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് യു 2.0. ഇതൊരു നിങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്താണോ വേണ്ടത് അതെല്ലാം ഉള്ള ഒരു നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആ വ്യക്തിക്ക് വെറും സാധാരണ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് വലുതായിട്ട് കാണുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങളെ അസ്വസ്ഥമാക്കുന്നതും നിങ്ങൾക്ക് കംഫർട്ട് സോണിന് പുറത്തുള്ളതും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങൾ ആ വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ സ്വപ്നം ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയാണെങ്കിൽ യു 2.0 എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യുന്നു, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നു, ഒരു ചിരിയോടെ ജീവിതത്തെ നേരിടുന്നു.
ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നം ഒരു നല്ല ബന്ധമാണെങ്കിൽ, അതായത് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ, യു 2.0യുടെ ജീവിതത്തിൽ സ്നേഹവും വിശ്വാസം നിറഞ്ഞൊരു ബന്ധമുണ്ട്. ഓക്കെ, ഇതോടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ബോധം, നിങ്ങളുടെ ചൈതന്യം ഈ പഴയ ശരീരത്തിൽ നിന്നും ഉയർന്ന് അപ്പുറത്തുള്ള പുതിയ നിങ്ങളിലേക്ക്, നിങ്ങൾ അതായത് യു 2.0യിലേക്ക് മാറുന്നത് സങ്കല്പിക്കുക. നിങ്ങളിപ്പോൾ ആ പുതിയ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെന്ന് വിശ്വസിക്കൂ. ഇപ്പോൾ നിങ്ങൾ അവിടെയാണ്. അതായത് നിങ്ങളിപ്പോൾ 2.0യിലാണ്, യു 2.0യിൽ. നിങ്ങളുടെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ നോക്കിക്കാണുന്നു. നിങ്ങളൊരു ഭൗതിക ശരീരത്തിൽ നിലനിൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. ഈ പുതിയ യു 2.0യിലേക്ക് മാറിയതിന് ശേഷം എന്തൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് മാറിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നേടിയ, ആരോഗ്യകരമായ ശീലങ്ങൾ പിന്തുടരുന്ന, തൻ്റെ സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുന്ന, നിങ്ങൾക്ക് ആഗ്രഹമുള്ള തരത്തിലുള്ള ബന്ധങ്ങളുള്ള, പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെട്ട, ജീവിതത്തോടും കുടുംബത്തോടും ഒക്കെയുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്ന ഒരു പുതിയ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അനുഭവിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവരുടെ ഓരോ ദിവസവും എങ്ങനെയാണ്? എന്താണ് അവരുടെ റൊട്ടീൻ? അവരുടെ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? അവർക്ക് കൈവരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? അതെല്ലാം നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അവരുടെ സെൽഫ് റെസ്പെക്റ്റ് ഏത് രീതിയിലാണ്? അവർ തങ്ങളെ എങ്ങനെ വിലമതിക്കുന്നു? അവരുടെ സർവീസിൻ്റെ വില എത്രയാണ്? എന്തിനാണ് അവരെ അവസരം എന്ന് പറയുന്നത്? എന്താണ് അവഗണിക്കുന്നത്? അതായത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർ എസ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നോ പറയുന്നത്? ഇത് പറയുന്നത് നമ്മളെ തന്നെ പുതിയൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് അതേ പേര്, അതേ DNA, പക്ഷെ ഉള്ളിലെ കഥയും ഔട്ട്ലുക്കും വ്യത്യാസമായിട്ടുണ്ട്. അതിനാലാണ് പുറത്തേക്കുള്ള ലോകവും മാറ്റം സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. ഈ ഒരു എനർജി, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഈ യു 2.0യുടെ ഫീല്, ആകെയുള്ള അനുഭവം മനസ്സിൽ സൂക്ഷിക്കുക. അതിനെ ആവർത്തിച്ച് ജീവിതത്തിൽ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ വീക്ഷണ ശൈലി ആവർത്തിച്ചാൽ അതിനെ ശരിക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം നിങ്ങൾ ഈ 2.0 ആയി കാണിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതിനോടകം കണ്ണ് തുറന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറക്കാം, ഈ നിമിഷത്തിലേക്ക് മടങ്ങി വരാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോയ ആ അനുഭവത്തിലേക്ക് തിരിച്ചു പോയി ഞാൻ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ 2.0 ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാനും വ്യക്തമാക്കാനും കഴിയും. ഇനി ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യു 2.0 ആകൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്